നമ്മളിപ്പോ ചില സിനിമ ലേലം വാത്സല്യം അങ്ങനെയൊക്കെയുള്ള സിനിമകളുടെ എടുത്തു കഴിഞ്ഞാൽ കടവനെയും കാണുമ്പോൾ ആരാണേലും ഇരുന്ന് കരയുമല്ലോ. ബിക്കോസ് കരയാനുള്ള ക്യാരക്ടറും കരയാനുള്ള ഡയലോഗുകളൊക്കെ ഇഷ്ടംപോലെ അതിനകത്തുണ്ടല്ലോ. ഈ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഈ കരഞ്ഞ നടൻ എന്താ തോന്നാറുള്ളത് നമ്മുടെ ആ ക്യാരക്ടർ കാണുമ്പോഴത്തേക്കും? കുറച്ചുകൂടെ നന്നായിട്ട് കരയിപ്പിക്കാമായിരുന്നു എന്ന് തോന്നും. അല്ലാതെ അതൊക്കെ ഡബ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡബ് ചെയ്താലും മതിയാവില്ല. ഇതായിരിക്കുമോ ഈ പുരുഷന്മാർ കരയുന്നത് എപ്പോഴും പെട്ടെന്ന് ആളുകൾ കൂവാനും ചിരിക്കാനും സാധ്യതയുള്ളൊരു, പെൺകുട്ടികൾ കരയുന്ന പോലല്ല. ആണുങ്ങൾ കരയുന്ന കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവർ പെട്ടെന്ന് ചിരിക്കും. ആ ചിരി വരരുതല്ലോ. ഇപ്പൊ ലേലത്തിലെ ഹുസൈൻ കരയുമ്പോഴും വാത്സല്യത്തിലെ അനിയൻ കരയുമ്പോഴും ആളുകൾ ചിരിക്കരുത്. അപ്പൊ അത് ചിരിപ്പിക്കാതെ എങ്ങനെ കരയണം എന്നുള്ളതിനെ പറ്റിയുള്ള വേവലാതിയായിരിക്കും കൂടുതലും. എന്റെ ചേട്ടാ, എന്നാൽ ഇത് എങ്ങനെ സാധിക്കുന്നത്? അതായത് ഈ വേഴ്സറ്റൈൽ ആക്ടർ എന്ന് പറയുന്ന വേർഡ് മലയാളത്തിലെ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് സിദ്ദിഖിനെ കുറിച്ചാണ്. സത്യമായിട്ടും ഞാൻ വെറുതെ പുകഴ്ത്തുന്നതല്ല. ഞാൻ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പോലെ എത്ര പേര് എന്നോട് പറഞ്ഞതെന്നറിയോ, മലയാളത്തിലെ വേഴ്സറ്റൈൽ ആക്ടർ എന്ന്. ഈ വാക്ക് ഏറ്റവും കൂടുതൽ കേട്ടേക്കണ ഇക്കെ കുറിച്ചാണ്. അറിയാവോ? ഇങ്ങനെ ആളുകൾ പറയും, പക്ഷെ ഞാനത് ഇങ്ങനെ ഇതിലങ്ങ് വിട്ടുകളയും. ഞാനത് അങ്ങോട്ട് അകത്തേക്ക് ഏറ്റവും നിൽക്കില്ല. എനിക്കൊക്കെ ഇങ്ങനെ ഒരു ടാഗ് ഒക്കെ തന്നിരുന്നെങ്കിൽ എപ്പോഴും അഭിനന്ദനങ്ങൾ നമ്മൾ തലയിൽ ചുമന്ന് കൊണ്ടു നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് വിമർശനങ്ങൾ ഏറ്റെടുക്കാം. ഇപ്പൊ വീണ എന്റെ ഒരു മൈനസാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു കുഴപ്പത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒരു അത് ഇഷ്ടത്തോടെ തന്നെ കേൾക്കും. ഞാനൊരു കുഴപ്പം പറയട്ടെ, ഇന്റർവ്യൂസ് ഒന്നും വരാറില്ല. അതെന്റെ വലിയൊരു കുഴപ്പം. ഇനി കൂടുതൽ വരാൻ ശ്രമിക്കാം. ഈ അഭിനന്ദിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ മഹാവീര്യർ കണ്ടിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിട്ടുള്ളത് സിനിമയിലെ ആളുകളാണ്. അതും സംവിധായകരാണ്. ഇപ്പൊ അൻവർ റഷീദും ജിസ്മോനും രതീഷ് അമ്പാട്ടും പഴയ ജോഷി മാത്യുവും ഞാനൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ജോഷി മാത്യു ഒക്കെ സിനിമ കണ്ടിട്ട് എന്നെ തൊപ്പി പിടിച്ച് വിളിച്ച് അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ റെഗുലർ കോൺടാക്ട് ഉള്ള ആളല്ല. ആ സമയത്ത് ജിസ്മോനും അൻവറൊക്കെ എപ്പോഴും വിളിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഉള്ള ഡയറക്ടേഴ്സും ഒക്കെ എന്നെ വിളിച്ചിട്ട് രഞ്ജിത്ത് പറഞ്ഞു. രഞ്ജിത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. രഞ്ജിത്തൊക്കെ ഈ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ച് പറയുമ്പോൾ അപ്പോൾ ഒരു സംവിധായകൻ നമ്മുടെ ഒരു ക്യാരക്ടറിനെ നോട്ട് ചെയ്ത്, ഇന്നിപ്പോൾ എം ജയചന്ദ്രൻ വിളിച്ചു. ജയചന്ദ്രൻ കുട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കുട്ടനൊക്കെ വലിയൊരു ഇഷ്ടത്തോടു കൂടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അതൊക്കെ ഈ ക്യാരക്ടർ ഞാൻ ചെയ്തത് അത്രയധികം ഇംപ്രസ്ഡ് ആയതുകൊണ്ടാണ് അവർ നമ്മളെ വിളിച്ച് പറയുന്നത്. പക്ഷെ ആ വിളിച്ച് പറയുന്നതിൽ ഉള്ളൊരു കാര്യം വെച്ചാൽ ആ ഒരു അഭിനന്ദനം കിട്ടുമ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അത്ര നന്നായിട്ട് ചെയ്തല്ലോ. അപ്പൊ നമ്മൾ ഇത്ര അടുത്ത ആളല്ലേ വിളിച്ചു പറയുമ്പോൾ അവൻ്റെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തു. പക്ഷെ അത് ഞാൻ ചുമന്നുകൊണ്ട് നടക്കാൻ പോയി കഴിഞ്ഞാൽ അത് എന്നെ ഒരുപാട് ബാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഞാനപ്പോൾ തന്നെ മറന്നു കളയും. അപ്പൊ അതുകൊണ്ട് പുകഴ്ത്തലൊക്കെ പൊഴുത്തിക്കൊള്ളൂ, എന്റെ തലയിൽ കയറൂല അത്.